ആയുഷ് ഷാജി, മുഹമ്മദ് ജബ്ബാർ, ശ്രീദീപ്. ഇവര് ഡീറ്റെയിൽസ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നു. ഇവരെല്ലാവരും ഒന്നാം വർഷം MBBS അതെ എന്നാണ് അറിഞ്ഞത്. എവിടേക്ക് പോയിട്ട് വരികയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാമെന്ന് അറിയാം. ഇത് ആരുടെ വാഹനമായിരുന്നു? ഇത് കായംകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. കായംകുളം രജിസ്ട്രേഷൻ വാഹനം. അതിന്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പോലീസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ടുണ്ട്. നമ്മൾ അത് കൺഫേം ആയിട്ട് നമ്മൾ പറയാൻ പോകും. ഈ അപകടം എങ്ങനെ നടന്നു, അപകട കാരണം എന്താണെന്ന് സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ നമുക്കറിയാവുള്ളൂ. നമ്മൾ ഈ മരിച്ചവരുടെ പേരുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചതാണ്. അതെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതാണ് നമ്മൾ ഡീറ്റെയിൽസ്. ശരിയെങ്കിൽ ഞങ്ങൾ ശരി, കുറച്ച് വിവരങ്ങൾ അവർ പറയുകയായിരുന്നു. 3 പേരുകൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നുള്ളൊരു വിശദീകരണം അത് KSRTCയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു, വിസിബിലിറ്റി കുറവാണ്, അതുൾപ്പെടെ അപകട കാരണമാകാമെന്ന് ആരോഗ്യമന്ത്രി നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴ MPയും ആരോഗ്യമന്ത്രി നമ്മളത് സംസാരിച്ചത് വെച്ചിട്ടുള്ള വിവരങ്ങളാണിപ്പോൾ നമ്മൾ തരുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ഈ അടുത്തിടയ്ക്ക് കൂടിയാണ് അവർ ആ കോളേജിലേക്ക് പഠനത്തിന് വേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കാരണം ആ പ്രദേശമൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അഡ്മിഷൻ നടപടികളൊക്കെ ഏറെക്കുറെ അവസാനിച്ചിട്ട് കുറച്ച് ദിവസം മാത്രം ആയതേ ഉള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൂടിയാണ് അവിടേക്ക് എത്തുന്നത്. കോഴിക്കോട് നിന്നും ലക്ഷദ്വീപിൽ നിന്നുമൊക്കെയുള്ള കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 5 മരണം സ്ഥിരീകരിക്കുന്നു. കാറിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ചികിത്സയിലാണ്. ഒരാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പോലും നമ്മളുടെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. രഘു, ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? കൃത്യമായും എത്ര പേർ ഈ കാറിലുണ്ടായിരുന്നു? പരിക്കേറ്റവർക്ക് എങ്ങനെയുണ്ട്? പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. 5 പേരുടെ പേര് അനൌദ്യോഗികമായി കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പേര് പുറത്തു പറയാത്തത്. കാരണം മെഡിക്കൽ കോളേജ് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ അവരൊക്കെ കടുത്ത ആശങ്കയിലാണ്. നമ്മളെ തന്നെ പല ആളുകളും വിളിക്കുന്നുണ്ട്. എന്തായാലും അത് ഒരല്പസമയത്തിനകം പേര് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി സാധിക്കും. അപകടത്തിൽ പരിക്കേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഒരാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അയാളെയും അല്പസമയം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ. രഘു, ഞാൻ ഇപ്പോൾ വരാം.